നമസ്കാരം, ഞാൻ ഡോക്ടർ കവിത, ചീഫ് ഫിസിഷ്യൻ, ആയുർസ്വസ്തി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ആരോഗ്യകരമായ ഒരു വിഭവത്തെ പറ്റി പറയാനാണ്. പത്തിലത്തോരൻ. പത്തില എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പത്തിലകൾ ചേർന്നുണ്ടാക്കുന്ന ഒരു വിഭവമാണ് എന്നുള്ളത്. കർക്കിടക മാസത്തിലാണ് ഈ പത്തിലത്തോരൻ ഉണ്ടാക്കാറുള്ളത്. ഇപ്പം നമ്മുടെ പറമ്പുകളിലും തൊടികളിലും ഒക്കെ കണ്ടുവരുന്ന 10 തരത്തിലുള്ള ഔഷധങ്ങളുള്ള ഇലകളാണ് ഈ ഒരു തോരൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. താള്, തകര, മത്തനില, കുമ്പളത്തില, കോവലില, ചേനയില, ചീരയില, ആനക്കൊടിത്തൂവയില, കഴുതാമയില, പയറില, ഇങ്ങനെയുള്ള 10 ഇലകളാണ് നമ്മൾ ഈ ഒരു വിഭവം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം കർക്കിടക മാസം ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ മുരിങ്ങയില ഈ വിഭവത്തിൽ ചേർക്കാതിരിക്കുന്നത്. അപ്പം ഇലവർഗ്ഗങ്ങൾ തന്നെ ശരിക്കും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ. നമുക്ക് നമ്മുടെ ശരീരത്തെ ടോക്സിസിറ്റി മാറുന്നു. ടോക്സിസിറ്റി മാറുക മാത്രമല്ല, കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ മലബന്ധം ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടുന്നു. ഇലകൾ ആയതുകൊണ്ട് തന്നെ അയണും കാൽഷ്യവും ധാരാളം അടങ്ങുന്നതാണ്. അപ്പം ഈ ധാതുക്കളൊക്കെ നമ്മുടെ ശരീരത്തിൽ വന്നു ചേരും, പ്രതിരോധശേഷി കൂടുന്നു. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ വയറാണ്. നമുക്ക് ശരിക്കും തന്നെ നല്ല ആരോഗ്യകരമായ ഒരു വയറുണ്ടെങ്കിൽ തന്നെ പല അസുഖങ്ങളും വരാതിരിക്കുകയും അതേപോലെ നന്നായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുകയൊക്കെ ചെയ്യും. അപ്പം ഈ പത്തിലത്തോരൻ കഴിക്കുന്നത് കൂടെ നമുക്ക് ശരിക്കും ഒരുപാട് പ്രതിരോധശേഷി കൂടുന്നു, ആരോഗ്യം ഉണ്ടാകുന്നു. നമുക്ക് ഈ കർക്കിടക മാസത്തിലെ പല രോഗങ്ങളെയും നമുക്ക് തടയാനും കഴിയുന്നുണ്ട് ഈ പത്തിലത്തോരൻ വഴി. അപ്പം നമ്മൾ ഗുണഗണങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞല്ലേ. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അറിയേണ്ട വേറൊരു കാര്യമുണ്ട്. ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ലാത്തത്? അപ്പം ശരിക്കും പറഞ്ഞാൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, IBS എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ബാത്റൂമിൽ പോവേണ്ടി വരുന്ന അത്തരത്തിലുള്ള രോഗികൾക്ക് ഈ പത്തിലത്തോരൻ മാത്രമല്ല, ഇലക്കറികൾ പൊതുവെ കഴിക്കാൻ പാടുള്ളതല്ല. ശരിക്കും നമ്മുടെ പത്തിലത്തോരൻ എന്ന് പറയുന്നത് ഒരു ഭക്ഷണം മാത്രമല്ല, നമ്മുടെ പരമ്പരാഗത ഔഷധം കൂടെയാണ്. അപ്പം പത്തിലത്തോരൻ കഴിക്കൂ, ആരോഗ്യം വീണ്ടെടുക്കൂ. അപ്പം എല്ലാവർക്കും നല്ലൊരു കർക്കിടകം ആശംസിക്കുന്നു.